നമ്മുടെ പുതിയ സ്മോൾ ബിസിനസ്സിന്റെ പാക്കിംഗ് മെറ്റീരിയൽസ് എല്ലാം നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ? അപ്പോൾ നമ്മൾ ബോക്സസ് 1000 പീസ് ആയിട്ട് എടുത്തേക്കണേ. ഈ ഒരു ചാക്കിൽ നമുക്ക് ഏകദേശം 500 പീസസ് ഉണ്ടാവും. കാരണം ഇത് കണ്ടോ ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്. സോ 500 പീസസ് ഒരു ബോക്സിലുണ്ട്. നമുക്ക് ഏകദേശം 1000 പീസാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിത് എടുത്തേക്കുന്നത് നമ്മൾ യൂഷ്വലി ഞാൻ എൻ്റെ പ്ലാൻ ബിസിനസ്സിന് വേണ്ടി നമ്മൾ ബൾക്കായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് തന്നെ നമ്മൾ ബൾക്കായിട്ട് തന്നെയാണ് എടുത്തത്. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടമാണ്, ഭയങ്കര റേറ്റ് വരും. ഒരു ബോക്സ് നമുക്ക് 20 റുപ്പീസിന് മേലെ വരും. അപ്പോൾ അതിനെക്കാട്ടും ബെറ്റർ നമ്മൾ ബൾക്കായിട്ട് 1000 പീസസ് നമ്മൾ ഓൾറെഡി എടുക്കുന്ന കാരണം അവരുടെ ക്വാളിറ്റി കാര്യങ്ങളിലൊക്കെ നമുക്ക് അറിയാം എങ്ങനെ ഉണ്ടാവുമെന്ന്. സോ ഞാൻ 1000 പീസസ് ആണ് നമ്മൾ ഈ ഒരു ബോക്സസ് എടുത്തേക്കുന്നത് കേട്ടോ. ഇത് വലുപ്പത്തിലുള്ള ബോക്സാണ് നമുക്ക് വന്നേക്കുന്നത്. പുറത്ത് നമ്മൾ വൈറ്റ് കോട്ടിംഗ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ആൻഡ് പിന്നെ നമുക്ക് വന്നേക്കുന്നത് സ്റ്റിക്കേഴ്സ് ആണ്. എസീക്കിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതേപോലെ നമ്മുടെ ജ്വൽസ് ഹോൾഡ് ചെയ്യുന്ന കാർഡ്സ്. ഇതൊക്കെ ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇപ്പോഴത്തേക്ക് നമ്മൾ പ്രിന്റ് ചെയ്തേക്കണം. കാരണം ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്തേക്കുന്നത്. അതേപോലെ നമ്മൾ നമ്മുടെ നേഴ്സറിയുടെ അതായത് പ്ലാന്റ്സ് കൊറിയർ ചെയ്യുമ്പോൾ അതിലൊട്ടിക്കാനാണ് നമ്മുടെ നേഴ്സറിയുടെ തർപ്പേൽ നേഴ്സറിയുടെ അഡ്രസ്സ്. ഇത് നമ്മൾ ഏകദേശം ഒരു 4000 പീസസ് ആയിട്ട് ഓർഡർ ചെയ്തേക്കണേ. ഇത് ഓരോന്നും നമുക്ക് എടുത്തിങ്ങനെ ഒട്ടിക്കാൻ പറ്റും.